ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ ചിക്കൻ്റെ റെസിപ്പി കാണാം. ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കായാലും റൈസിനായാലും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്നതിനായിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു പകുതി ചെറുനാരങ്ങ നീര് ചേർത്തതിന് പകരം വിനാഗിരി 1 ടേബിൾ സ്പൂൺ ചേർത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കുന്നതിനായിട്ട് കുറച്ച് സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഏകദേശം 1 മണിക്കൂർ സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കൊത്ത് കുറച്ച് വലുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പെരട്ട് ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങാക്കൊത്ത് ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുമ്പോൾ 2 വലിയ സവോള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. സവോള ഇതുപോലെ ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ 100 ഗ്രാം അളവിൽ ചെറുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോളയ്ക്കൊപ്പം ചെറുള്ളിയും കൂടെ ചേർക്കുന്നത് ചിക്കൻ പെരട്ടുണ്ടാക്കുമ്പോൾ അതിന് രുചി കൂട്ടും. ഇനി ഇത് വീണ്ടും ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയും ഉള്ളിയൊക്കെ കളറ് മാറി ഇതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടതില്ല കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ നല്ലപോലെ വേവായിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ടതില്ല കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ തുറന്ന് വെച്ച് വരട്ടിയെടുക്കണം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് വരട്ടിയെടുത്ത ശേഷം അവസാനമായിട്ട് ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ ഗരം മസാലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല നാടൻ രുചിയിലുള്ള ചിക്കൻ പെരട്ട് റെഡി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അതിപ്പോൾ ചോറിൻ്റെ ഒപ്പോ ചപ്പാത്തിക്കൊപ്പോ പത്തിരിക്കൊപ്പോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളിയാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ചിക്കൻ പെരട്ട് ഒരു തവണ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. അത്രയും ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കണേ. അതുപോലെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ എല്ലാ തവണയും പറയുന്ന പോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.